വക്കീലിനെയും ഇലക്ഷൻ കമ്മീഷനെയും ഒറ്റ വാക്കിൽ പിടിച്ചിരുത്തി നിയമങ്ങളെ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ തകർക്കുകയാണ്. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലുമാണ്. കാരണം പാലക്കാട് നഗരസഭയിലെ 41ാം വാർഡ് UDF സ്ഥാനാർത്ഥി VS വിപിന്റെ നോമിനേഷൻ തള്ളണമെന്ന് BJP സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാർ ഉന്നയിച്ചതേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് തലങ്ങും വിലങ്ങും രാഹുൽ മാങ്കൂട്ടം അവരെ ഇട്ട് പൊരിച്ച് വറുത്ത് കോരി എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ പ്രകാരം മത്സരിക്കുന്നതിന് യാതൊരു അയോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം MLA അവിടെ കസറി. നമ്മൾ ആവശ്യപ്പെട്ട നിയമപ്രകാരമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നിയമപ്രകാരം ഇതാണ് അയോഗ്യത അല്ലെങ്കിൽ ഇതാണ് യോഗ്യത എന്ന് പറഞ്ഞ് ഒരു സർക്കുലർ മുന്നോട്ട് വെക്കുമ്പോൾ ആ സർക്കുലർ പ്രകാരമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ അതിന് അധികാരമുള്ളവരാണ് അതിന് മാറ്റം വരുത്തേണ്ടത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മാസ് ഡയലോഗിൽ രാഹുൽ മാങ്കൂട്ടം തകർക്കുകയാണ്. അതായത് 7/11/2025 ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലർ ഉണ്ടെങ്കിൽ അതെടുത്ത് ടേബിളിൽ വെക്കി, ഞങ്ങൾ അത് കേൾക്കാം. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഈ 7/11/2025 ശേഷം മറ്റൊരു സർക്കുലർ വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർപ്പ് കൽപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഉദ്യോഗസ്ഥരുടെയും വക്കീലിന്റെയും മുഖത്തടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. അതുപോലെ ഈ പറയുന്ന വാദങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം കോടതിയാണ് എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഈ സംവാദത്തിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ പത്രിക സ്വീകരിക്കുകയാണ് ഉണ്ടായത്. വാർഡിൽ വിപിൻ തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും വക്കീലിന്റെയും ഒക്കെ വായടപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അയോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു. അതിനകത്തെ ക്ലോസ് നമ്പർ 30 ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകുവാനുള്ള കുടിശ്ശികയിലേക്ക് എഴുതാൻ കഴിയില്ല. ബാങ്കുകൾ KFC KSFE മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറി വഴിയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല. അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള KSFEയിലെ നമ്മുടെ ലയബിലിറ്റി പോലും, ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഇനി വക്കീല് വേറെ ഏതെങ്കിലുമൊക്കെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ്. നിങ്ങൾ ജഡ്ജിമാരല്ല, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയില്ലല്ലോ, ഇനി ഞാൻ പറയട്ടെ. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ്, ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത, ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിൻ പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല. അല്ലെങ്കിൽ നിങ്ങൾ 7/11/2025 ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറായിട്ട് ടേബിൾ വയ്ക്കും, നിങ്ങൾ ടേബിൾ ചെയ്യും, ഞങ്ങൾ അത് കേൾക്കാം. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ 7/11/2025 നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചലഞ്ച് ചെയ്തെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർപ്പ് കൽപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഈ പറയുന്ന വാദങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം കോടതിയാണ്. അതിനാൽ നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൻ പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ കഴിയുകയും നമ്മുടെ വാദം ഈ സർക്കുലർ ആക്ടിന് വിരുദ്ധം. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയത് ഈസ് നോട്ട് ഓൺ അവർ എനി സോർട്ട് ഓഫ് കമ്പൽഷൻ. ഞങ്ങളുടെ കമ്പൽഷനിലല്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ അനദർ കാൻഡിഡേറ്റ്. അതല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു, റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു. ഈ സർക്കുലർ വരുന്നത് എങ്ങനെയാണ്? ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈൻ അല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് വയ്ക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാനദണ്ഡമായിരിക്കണം, സമ്പത്ത് മാനദണ്ഡമായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്
എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതല്ല, പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതി എന്നാണ് BJPയുടെ വാദം. ആയിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയ പ്രസംഗമല്ല, അത് ഞാൻ ഇവിടെ പറയുന്നത് അതെന്ത് കപ്പാസിറ്റി